ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 6-ാം ഞായർ. നമ്മൾ ഈ 4-ാം ഞായർ തുടങ്ങി സുവിശേഷത്തിൽ കേൾക്കുന്നത് മലയിലെ പ്രസംഗമാണ്. പഴയ നിയമത്തിൽ മോശ പഴയ നിയമം മലമുകളിൽ നിന്ന് നൽകിയതുപോലെ പുതിയ നിയമത്തിൽ ഈശോ മലയിൽ നിന്ന് പുതിയ നിയമം നൽകി. അതാണ് മലയിലെ പ്രസംഗമായിട്ട് നമ്മൾ കാണുന്നത്. ഈ മലയിലെ പ്രസംഗത്തിൽ തന്നെ ഈ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കാണുക. ഈശോ പറയും, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറയും, ഞാൻ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ്. ഈ നിയമവും പ്രവാചകന്മാരും എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെയാണ്. പഴയ നിയമത്തെ യഹൂദർ ഇപ്പോഴും വിളിക്കുന്നത് താനഖ് എന്നാണ്. ബൈബിളിലെ 3 ഭാഗങ്ങൾ: തോറ, നബീം, കെത്തുബീം. ഇപ്പം തോറയുടെ ടി, നബീം എൻ, കെത്തുബീമിൻ്റെ കെ, ഇത് 3 കൂടെ ചേരുമ്പോഴാണ് താനഖ്. ഇപ്പം നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗമാണ് നിയമവും പ്രവാചകന്മാരും, തോറായും പ്രവാചകന്മാരും. ഇപ്പോൾ ഈശോ പോലും പഴയ നിയമത്തെ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, ഞാൻ നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനല്ല, പിന്നെ പൂർത്തീകരിക്കാനാണ് വന്നത്. പല യഹൂദ പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ഫരീസയരും നിയമജ്ഞരും ഒക്കെ കർത്താവിനെ വിമർശിച്ചു. കർത്താവ് നിയമങ്ങളെല്ലാം ലംഘിക്കുക, നിയമത്തെയൊക്കെ ഇല്ലാതാക്കുക. ആ രീതിയിൽ സത്യത്തിൽ പഴയ നിയമത്തിൽ ദൈവം ജീവൻ്റെ ഉറവയായിട്ടാണ് നിയമങ്ങളൊക്കെ നൽകിയത്. നിയമാവർത്തന പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടത് വായിക്കും. ഇത് നിൻ്റെ ഹൃദയത്തിൽ നീ രേഖപ്പെടുത്തണമെന്ന് പറയും, നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പറയും, നിൻ്റെ പിൻതലമുറക്കാരെ ഇതെല്ലാം പഠിപ്പിക്കണമെന്ന് പറയും, നിൻ്റെ നെറ്റിയിലും നിൻ്റെ കൈത്തണ്ടിലും നിൻ്റെ കട്ടളയിലും എല്ലാം ഇത് എഴുതി വയ്ക്കണമെന്ന് പറയും. അപ്പം ഇങ്ങനെ ആ എഴുതപ്പെട്ട വചനം പഴയ നിയമത്തിൽ അത് ജീവൻ്റെ വചനം എന്നുള്ള രീതിയിലാണ്, ജീവനേകുന്ന വചനമാണ്. അപ്പോൾ ആ വചനത്തെ, ദൈവത്തിൻ്റെ നിയമത്തെ നിരാകരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു ഈശോ എന്നുള്ള അവരുടെ ആക്ഷേപം, കുറ്റപ്പെടുത്തൽ. അതിന് ഈശോ മറുപടി പറയാം, ഞാൻ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പിന്നെയോ അത് പൂർത്തീകരിക്കാനാണ്. എങ്ങനെയാണ് കർത്താവ് അത് പൂർത്തീകരിച്ചത് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം വെളിവാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ഓർക്കുക, അതായത് ഈ പഴയ നിയമത്തിലുണ്ടല്ലോ, ഈ ഉടമ്പടിയുടെ നവീകരണത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറയും. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ എൻ്റെ ഉടമ്പടി നീയുമായിട്ട് നവീകരിക്കുകയാണ്, ഞാൻ എൻ്റെ നിയമം നിൻ്റെ ഹൃദയത്തിൽ എഴുതുമെന്ന് പറയാം. അപ്പോൾ ഒരു വിധത്തിലുണ്ടല്ലോ, ഈശോ ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ എഴുതിയ സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. പഴയ നിയമത്തിലെ ഓരോ നിയമവും എടുത്തെടുത്ത് പറഞ്ഞ്, നിങ്ങളിങ്ങനെ പറയപ്പെട്ടത് കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഓരോ നിയമത്തെയും പൂർത്തീകരിക്കുക. ആ നിയമത്തെ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? പ്രവചനങ്ങളെ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? 2 രീതിയിലാണ്. ഒന്ന് ആഴത്തിലേക്ക് ഇറക്കി, 2 മുകളിലേക്ക് ഉയർന്ന്. അതായത് നമ്മൾ 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നു, അതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിയമത്തെയൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ പരിപൂർണതയിൽ പങ്കുചേരുവാനായിട്ടുള്ള ആഹ്വാനമായിട്ടാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല, കർത്താവ് ഈ പുറമേയുള്ള പ്രവൃത്തി മാത്രമല്ല കാണുന്നത്, ആ പ്രവൃത്തിക്ക് മടിയിലൊരു തീരുമാനമുണ്ടല്ലോ, ഒരു തിരഞ്ഞെടുപ്പ്. അതിനെക്കുറിച്ച് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പറയുന്നുണ്ട്. നിന്റെ മുമ്പിൽ ഞാൻ തീയും വെള്ളവും വയ്ക്കുന്നു, അല്ല ജീവനും മരണവും വയ്ക്കുന്നു, നീ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്ന് പറയാം. ആ തിരഞ്ഞെടുപ്പിനും ആഴത്തിൽ എന്താ നിലകൊള്ളുന്നത്? അറിവ്, ബോധ്യങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ദൈവികമായ വിജ്ഞാനം തരുവാ, അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ആ ദൈവിക ജ്ഞാനം ഇല്ലാഞ്ഞതുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർ കർത്താവിനെ കൊന്നത് എന്നെല്ലാം പറയും. അപ്പോൾ ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ
ഈ നമ്മുടെ ആഴത്തിലേക്ക് നമ്മുടെ തീരുമാനം, അതിനും ആഴത്തിൽ നമ്മുടെ അറിവ്, അതിനും ആഴത്തിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യം പറയണം. നമ്മൾ ഈ 10 നിയമത്തിൽ തന്നെ 10 കൽപ്പനകളിൽ തന്നെ ഉണ്ടല്ലോ, ഈ അതിൽ 6ാമത്തെ കൽപ്പന 9ാമത്തെ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. സത്യത്തിൽ 10 കൽപ്പനയിൽ തന്നെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യം അടങ്ങുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അന്നത്തെ ആൾക്കാർ അത് ശ്രദ്ധിച്ചില്ല. അവർ പുറമേയുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചു. അതാ പ്രശ്നം. അതായത് വ്യഭിചാരം ചെയ്യരുത്, അത് പ്രവൃത്തി. എന്നാൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ആ മോഹത്തിൽ നിന്നാണ് വ്യഭിചാരം തുടങ്ങുന്നത്, നിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അല്ലെ മോഷ്ടിക്കരുത് എന്ന് പറയുന്നു. മറ്റേതാണോ അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട് 10 കൽപ്പനകളിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ ജീവൻ്റെ വഴി കാണിച്ചു തരുക. നിത്യജീവൻ്റെ വഴികളാണ് നമുക്കത് കാണിച്ചു തരുന്നത്. കർത്താവിൻ്റെ അടുത്ത് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ കർത്താവ് എന്ന് പറയുന്നത്, നീ കൽപ്പനകൾ പാലിക്കുക, കൽപ്പനകൾ പാലിക്കുക. കാരണം കൽപ്പനകൾ അത് ജീവൻ്റെ വഴി കാണിച്ചു തരുന്നതാണ്. എന്നാൽ ആ കൽപ്പനകളെ വെറുതെ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള ചില കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ഒതുക്കി. പ്രവൃത്തിയിലുണ്ടോ എങ്കിൽ മാത്രം അത് പാപം എന്ന രീതിയിലാണ് ചിന്തിച്ച്. പക്ഷേ അതിനും ആഴത്തിൽ നിൻ്റെ ഉള്ളിൽ വിരോധമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, അതാണിങ്ങനെ വളർന്ന് വളർന്ന് കൊലപാതകമായി കലാശിക്കുക. നിൻ്റെ ഉള്ളിൽ ആസക്തി ഉണ്ടെങ്കിൽ അതാണ് വളർന്ന് വളർന്ന് വ്യഭിചാരമായി പരിണമിക്കുക. അതുകൊണ്ട് കർത്താവ് പറയും, നിയമത്തെ പൂർത്തീകരിക്കാനായിട്ട് കടന്നു വന്ന കർത്താവ് പറയും, നിൻ്റെ ഉള്ളുപോലും ശുദ്ധമാകണം. നിൻ്റെ ഉള്ള്, നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ് ശുദ്ധമാകണം. അപ്പോഴാണ് നിൻ്റെ തീരുമാനങ്ങൾ ശുദ്ധമാവുക, അപ്പോഴാണ് നിൻ്റെ പ്രവൃത്തികൾ ശുദ്ധമാകുക. അപ്പം പ്രവൃത്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. പലപ്പോഴും മനുഷ്യർ പുറമേ മാത്രം കാണുന്നു, ദൈവമോ ഉള്ളു കാണുന്നു. അപ്പം ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നത് എന്താണ്? നിയമത്തിൻ്റെ പൂർത്തീകരണം. കർത്താവ് പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നീതി വിജാതിയുടെ നീതിയെ അതിൽ ലംഘിക്കണമെന്ന് പറയും. പിന്നെ പറയും, ഫരീസിയരുടെയും നിയമജരുടെയും നീതിയെ അതിൽ ലംഘിക്കണമെന്ന് പറയും. ഒരു വിധത്തിൽ വിചാരി ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് വേണേൽ പറയാം. ദൈവത്തിൻ്റെ ആ ഉടമ്പടിയോ നിയമമോ ഒന്നും നോക്കാതെ ജീവിക്കുന്നവരെന്ന് വേണേൽ പറയാം. പക്ഷെ ചിലപ്പോൾ അവരായിരിക്കും ശരിക്കും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിനേക്കാൾ ഇത്തിരി ഇവിടെ ബെറ്ററായിട്ട് അഭിനയിക്കുന്നവരാണ് ഒരു വിധത്തിൽ ഈ ഫരീസിയരും നിയമജരും. കർത്താവ് എന്താ പറയുന്നത്? ഈ ഫരീസിയരുടെയും നിയമജരുടെയും നീതിയെ അതിലംഘിക്കുന്ന രീതിയിൽ നിൻ്റെ ജീവിതം ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. കൽപ്പനകൾ നിറവേറ്റാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനം 119 സങ്കീർത്തനമാണ്, വചനത്തിൻ്റെ സങ്കീർത്തനമാണ്. ഏറ്റവും വലിയ സങ്കീർത്തനം എന്ന് വേണേൽ പറയാം. അതിൽ ഓരോ ഈരടിയിലും വചനത്തെക്കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. ഈ വചനമാണ് ജീവൻ നൽകുന്നത്, വചനമാണ് നേർവഴി കാണിച്ചു തരുന്നത്, വചനമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതെന്നെല്ലാം ഈ സങ്കീർത്തനം വെളിവാക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഈ വായനകളിലേക്കൊന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, ഇന്നത്തെ വായനകൾ പ്രത്യേകിച്ച് നമ്മുടെ ശിഷ്യത്വത്തിൽ, ഈശോയുടെ ശിഷ്യരായി വളരുന്ന കാര്യത്തിൽ എങ്ങനെ നമ്മൾ നിയമങ്ങൾ പാലിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പക്ഷേ നിയമത്തിൻ്റെ കാര്യം പറയുമ്പം ഇപ്പം നമ്മൾ 6 പ്രാവശ്യമല്ലേ കർത്താവ് എടുത്തെടുത്ത് പറയുന്നത് പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്ന. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഇത് അവതരിപ്പിക്കുന്നത് 6 പ്രാവശ്യം. ഒന്നാമത്തേത് കൊലപാതകം ചെയ്യരുത്, കൊല ചെയ്യരുത്. എന്നിട്ട് കർത്താവ് പറയാണ്, നീ നിൻ്റെ സഹോദരനോട് വിരോധമോ വെറുപ്പോ കാണിക്കരുത്. അവനെ അവഹേളിച്ചാൽ അത് കൊലപാതകം പോലെയാണെന്ന് പറയാം. കൊലപാതകം പോലെയാണെന്ന് പറയാം. അല്ലേ, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയപ്പെടുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താ? നിങ്ങൾ ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ്. വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹമോചനത്തെക്കുറിച്ച് പോലും ഒരു വിധത്തിൽ ചിന്തിക്കരുതെന്ന് പറയുക. കാരണം വിവാഹമോചനത്തിലൂടെ എല്ലാവരും വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ രീതിയിലാണ് കർത്താവ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം, വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ആ പദ്ധതിയിൽ എല്ലാവരും ഐക്യത്തോടെ ജീവിത അവസാനം വരെ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരുമയോടെ ജീവിക്കണമെന്നുള്ളതാണ്.
അവിടെ ഒരു വിധത്തിൽ ഈ ദൈവമായിട്ടുള്ള ഉടമ്പടിയെ ലംഘിക്കുന്ന പോലെയാണ് ഈ വിവാഹമോചനം നേടുന്നതെന്ന് പറയുന്നത്. കർത്താവ് പറയും കള്ളം പറയരുതെന്ന് കർത്താവ് പറയില്ലേ. കള്ളം പറയുന്നതിന് പകരം കർത്താവ് പറയണ ആണയിടരുത്. കാരണം പലപ്പോഴും പലരും ഉണ്ടല്ലോ ഈ കള്ളം പറയുന്നതാ സത്യമായി ഞാൻ പറയും, സത്യമായി അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അവർ കള്ളവാ പറയുന്നത് തന്നെ അർത്ഥം. കർത്താവ് പറയാനാണ് നിനക്ക് പറയാനുള്ളത് എന്തോ അതേ എന്നുള്ളത് അതെ, അല്ല എന്നുള്ളത് അല്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിൻ്റെ ചൈതന്യത്തോടെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ പറയുന്നില്ലേ ഈ നിയമങ്ങളെല്ലാം എല്ലാ നിയമങ്ങളും 2 കൽപ്പനകളടങ്ങും. ദൈവത്തെ സ്നേഹിക്കുക, ഉള്ളു തുറന്ന് സ്നേഹിക്കുക, എന്നിട്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ബൈബിളിലെ പലയിടത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് കർത്താവ്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായം 37-39 വാക്യങ്ങളിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ എടുത്ത് 30-31 വാക്യങ്ങളിൽ, ലൂക്കായുടെ സുവിശേഷത്തിലോ 10-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുക. ഈ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെ എടുത്തു പറയും. സ്നേഹം എന്നതിൽ എല്ലാ നിയമവും അടങ്ങും എന്നവിടെ പറയാണ്. 13-ാമത്തെ അധ്യായത്തിൽ പറയാണ്. 8, 9, 10, 11 വാക്യങ്ങളിൽ പറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ നിയമത്തിൻ്റെ പ്രാധാന്യം ബോധപ്പെടാം. ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്ന നിയമങ്ങളൊക്കെ, പക്ഷേ അത് എഴുതപ്പെട്ട വചനത്തിൽ മാത്രം ഒതുങ്ങുമല്ല, പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങുമല്ല. നിൻ്റെ ഹൃദയം തുടങ്ങിയേ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിക്കണമെന്ന് പറയാണ്. വിശുദ്ധി തുടങ്ങുന്നത് ഹൃദയത്തിൽ, ആത്മാവിലാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയണം. നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണം. നിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയ്ക്കണം. നിൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി നിറയ്ക്കണം. അപ്പോഴാണ് നിനക്ക് ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക, ഈശോയുടെ യഥാർത്ഥ ശിഷ്യനായിട്ട് വളരുവാനായിട്ട് സാധിക്കുക. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, മലയിലെ പ്രസംഗത്തിൻ്റെ മർമ്മമാണ് ഇന്നത്തെ ബൈബിൾ ഭാഗം. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് വരുന്നത് എന്താ? ഈ 5-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ സ്വർഗ്ഗസ്നായ പിതാവ് പരിപൂർണരായിരിക്കുന്നു, അതേപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അവിടെയാണ് കർത്താവ് നിയമത്തെ പൂർത്തീകരിക്കുന്നത്. നിയമത്തെ ഇല്ലാതാക്കുകയല്ല, അത് പൂർത്തീകരിക്കുക. നിയമം വെറുതെ ചില പ്രവൃത്തി ചെയ്യരുത് എന്ന് പറയുന്നതല്ല, അതിനും ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. നിൻ്റെ ഹൃദയത്തിലത് തുടങ്ങും. നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവാത്മാവും നിറഞ്ഞു നിൽക്കണമെന്ന് പറയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിയമം നിരന്തരം ശ്രവിക്കുവാനും നിരന്തരം ഗ്രഹിക്കുവാനും അറിയാനും ഗ്രഹിക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുന്നേറുവാനും നമുക്ക് തയ്യാറാകാം. കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവസരം തരുക, തിരഞ്ഞെടുക്കാനുള്ള അവസരം തരുക, തീരുമാനിക്കുവാനുള്ള അവസരം തരുക, ചിന്തിക്കാനുള്ള അവസരം തരുക. അതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായി നിവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാവുക. അവിടെയാണ് നമ്മുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായി മാറുക. അവിടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ പോലെ പരിപൂർണരായി വളരുക. നിങ്ങളുടെ സ്വർഗ്ഗസ്നായ പിതാവ് പരിപൂർണനാണ്. നിങ്ങൾ ആ പരിപൂർണതയിലേക്ക് നിരന്തരം വളരുക. ബി പെർഫെക്റ്റഡ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതാണ് ദൈവം പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് ആഴത്തിൽ ഹൃദയത്തിൽ നിന്നേ പാലിക്കാൻ ശ്രദ്ധിക്കാം. പാപത്തെ വേരോടെ പിഴുതു മാറ്റാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മുടെ വാക്കിൽ അല്ല, പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിൽ മാത്രമല്ല, പെരുമാറ്റത്തിൽ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ഒരു വിധത്തിൽ ആ പാപമുണ്ട്. ആ വേരോടെ അത് പിഴുതു മാറ്റുക. എന്നിട്ടോ നമ്മൾ ക്രിസ്തുവിൽ പുതുതായി ജീവിക്കുക. അങ്ങനെ ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടവരായി ജീവിക്കുവാനാണ് കർത്താവ് നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ ആഹ്വാനം ചെയ്യുന്നതും നമ്മളെ ക്ഷണിക്കുന്നതും. നമുക്ക് ഈശോയുടെ ശിഷ്യരായി വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.